ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ബീച്ചിൽ പോയിട്ട് നോമ്പ് തുറക്കാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ആക്കി ഞങ്ങൾ നേരെ കാറി കയറ്റിയിട്ട് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്, മാമാരും എല്ലാ ഫാമിലിയും ആയിട്ടാണ് നമ്മൾ നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇക്കക്കാരൊക്കെ ഓൾറെഡി പോയിട്ട് അവിടെ പ്ലേസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാതും പാക്ക് ചെയ്ത് അങ്ങനെ വേഗം പോവാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി മുന്നേ ഇറങ്ങിയിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം സെറ്റാക്കി വന്ന് എല്ലാവരും എത്തിയപ്പോൾ കുറച്ച് അധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം അവിടേക്ക് ചെന്നപ്പോഴത്തേക്കും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത സെറ്റ് വന്ന കാറാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ട്രൈപോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം സെറ്റാക്കി ഒരുക്കി വന്നപ്പോഴത്തേക്കും ലൈറ്റൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടായി. അത് കാരണം ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയും കൂടി ക്ലാരിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നോർമലായിട്ട് അവിടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതൊക്കെ വിരിച്ച് സെറ്റപ്പാക്കണം. നമ്മൾ ഇരിക്കാനായിട്ട് വേറൊരു ക്ലോത്താണ് കേട്ടോ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇതിൻ്റെ മുകളിൽ അത് വിരിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് മാത്രം എടുത്തോളൂ, അത് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് ഓരോന്നൊക്കെ വെച്ച് എല്ലാം ബാങ്ക് കൊടുക്കാനായിട്ട് കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്യണം. ഞങ്ങൾ നോക്കുമ്പോൾ മറ്റേ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആൾക്കാർ ഇതുപോലെ ഫാമിലി ആയിട്ട് വന്നിട്ട് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ഇതുപോലെ ബീച്ചിലൊക്കെ വന്ന് നോമ്പ് തുറക്കുന്നതാണ്. അത്രയും നല്ല സുഖമായിട്ട് ഇരുന്ന് നോമ്പ് തുറക്കുക, ചൂടും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ അപ്പം അവരൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാ ഫാമിലീസും സെറ്റ് ചെയ്ത് ഓക്കെ ബാങ്ക് കൊടുത്താൽ മതി എന്നുള്ളൊരു ഇതിലിരിക്കുന്നത്. ഞങ്ങളിവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേനും ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ ഫുഡ് ഇവിടെ തന്നെ കഴിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഇവിടെ ലേറ്റും കാര്യങ്ങളൊക്കെ പോകുമല്ലോ, അത് കാരണം. അപ്പോൾ അത് പിന്നെ സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ നോമ്പ് തുറന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാമിമാരെല്ലാവരും നിസ്കരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറയുന്നേ. ഫുഡ് പിന്നെ ഞങ്ങൾ ഏൽപ്പിച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ മാമിമാർ നിസ്കരിക്കുന്ന ക്യാപ്പിൽ ഇക്കക്കാരൊക്കെ ലേറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലേറ്റ് അല്ലെങ്കിലും വേറെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ലേറ്റ് എടുക്കാൻ പോയേക്കായിരുന്നു. കിടപ്പും ഇരിപ്പും ഒക്കെ ആയിട്ടോ. കാരണം നല്ല സുഖമുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ നിസ്കാരത്തൊക്കെ കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേന് ഇക്കക്കാർ ലേറ്റൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഫുള്ള് ചുറ്റിപ്പണഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും അതുമ്മലായി ഓരോരുത്തരും ഇരുന്ന് മെനക്കെട്ടത് അഴിച്ചെടുക്കാനുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ട് അത് സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്തത് ഹൈടെക് ആയിട്ടാണ്. നമ്മൾ ട്രൈപോഡ് പോലും പിന്നെ അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്ന ഓലപ്പട്ട കുത്തി വെച്ചിട്ട് അതുമല്ലേക്കാണ് കേട്ടോ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ലൈറ്റ് 3 ടൈപ്പ് ഉണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ നിലത്ത് തന്നെ വിരിക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചുണ്ടാവും. ഇതിപ്പോൾ ചെറിയ ഫെയറി ലൈറ്റ്സ് ആയ കാരണം മുകളിൽ തന്നെ എന്തെങ്കിലും സെറ്റ് ചെയ്താലേ താഴത്തേക്ക് കുറച്ച് ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും മിക്കൊക്കെ ഫുഡൊക്കെ ആയിട്ട് വന്നു. മന്തി ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെരി മന്തി ആയിരുന്നു കേട്ടോ. ആ കാരണം എല്ലാവർക്കും അതാ ഇഷ്ടം. ഞങ്ങൾക്ക് ഒട്ടുമിക്ക മെജോറിറ്റി ആൾക്കാർക്കും പെരി മന്തിയാണ് നോർമൽ മന്തിനെക്കാട്ടൊക്കെ ഇഷ്ടം. അങ്ങനെ ഞങ്ങളെല്ലാവരും വട്ടമായിട്ടിരുന്നു ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സൈഡിൽ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വിളിക്കാത്ത അതിഥികൾ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവർക്കൊക്കെ സൈഡിൽ കുറച്ചായിട്ട് ഫുഡ് ഇട്ട് കൊടുത്തു കേട്ടോ. പട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് സമയം പോണത് അറിയില്ല. അതാണ് മെയിനായിട്ട്. ഒന്നാമത് ഞങ്ങൾ കൂടിയാലേ സമയം പോണത് അറിയില്ല. അതിൽ കൂടെ ഇങ്ങനത്തെ ഒരു വൈബിലിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ തോന്നും. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കി എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ തന്നെ കയറ്റി അങ്ങനെ ഓരോരുത്തരും ഓരോ വണ്ടിയിൽ കയറി പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ് കേട്ടോ, നമ്മളൊരു ബീച്ചിലുള്ള ഒരു നോമ്പ് തുറ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, ടാറ്റ.